എന്താണ് റാം സർവീസ്? ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് റാം സർവീസ്. എന്ന് വെച്ചാൽ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ് റാം സർവീസ് ഏജൻറ്റിനുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ലാൻഡിങ് ചെയ്തതിന് ശേഷം എയർക്രാഫ്റ്റിന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലാണ് ഒന്ന് ഫ്യൂവലിംഗ് ചെയ്യുക, ഓഫ് ലോഡ് ചെയ്യുക, ഓഫ് ലോഡ് ചെയ്യുക, എംബാർക്കേഷൻ ചെയ്യുക, ഡിസംബർക്കേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ചോക്സ് പ്ലേസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ് റാം സർവീസ് എന്ന് പറയുന്നത്. കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം 2 ഏരിയാസാണുള്ളത്. ഒന്ന് എയർ സൈഡും ലാൻഡ് സൈഡും ആണ് ഉണ്ടാവുക. അപ്പം ഈ എയർ സൈഡിലാണ് ഇവരുടെ ജോലി കൂടുതലായിട്ടും വരുന്നത്. അപ്പം പ്രത്യേകിച്ച് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ് റാം സർവീസ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അവരെ പ്രത്യേകിച്ച് ഈ ഒരുപാട് കമ്പനികൾ, ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികൾ പോലെ എയർ ഇന്ത്യ സാറ്റ്സ്, BWFS, സെലബി, അതുപോലെ തന്നെ ഡയറക്റ്റ് എയർലൈൻ കമ്പനികൾ, ഇൻഡിഗോ, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് തുടങ്ങി എയർലൈൻസുകളൊക്കെ ഈ എല്ലാ മാസങ്ങളിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഇങ്ങനെയുള്ള ആളുകളെ റാം സർവീസ് ഏജൻറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഹയറിങ് നടത്താറുണ്ട്. അപ്പം അവർ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കാരണം ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നീ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി നോക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു 2-3 റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും ഈ റാം സർവീസിൽ ഷിഫ്റ്റ് ജോബുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ജോബുകളൊക്കെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്താവണം, ഓരോ വിദ്യാർത്ഥി, ഓരോ കാൻഡിഡേറ്റും താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കണം. കാരണം നമുക്കറിയാം ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എപ്പോഴും 24/7 വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല സാലറിയോട് കൂടിയിട്ട് നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്, ആ ഒരു മേഖലയാണ് റാം സർവീസ്.